ഹായ്, ഇറ്റ്സ് മീ റിച്ച് ഫ്രം കൂട്ട് ഡിസൈൻ. അപ്പോൾ ഇന്ന് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. ഒക്കെ നല്ല ഒരു എന്താ പറയുക, ഒരേപോലെ തോന്നുന്ന ടൈപ്പിൽ രണ്ട് കുട്ടികളാട്ടോ. ഒരു കളറിൽ രണ്ട് പേർക്ക്, അങ്ങനെ രണ്ട് കളേഴ്സുകളാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. പാറ്റേണും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ച് ലെങ്തി ടോപ്പും സ്കേർട്ടും ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സൽവാർ പാറ്റേൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സൽവാർ പാറ്റേൺ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയലിൽ ഡൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ഐറ്റം വരുന്നത്. നെക്കിൻ്റെ ഏരിയയിലൊക്കെ ടോൺ ടു ടോൺ കളർ വെച്ചിട്ട് കട്ട് ബീഡ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനത്തെയാണ് കൂടുതൽ എനിക്ക് ഒരു എന്താ പറയുക റെയർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സെയിം ആ ഒരു ആൻറ്റിക് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ പിന്നെ കുഴപ്പമില്ല. ആൻറ്റിക് ഗോൾഡ് നമുക്ക് കണ്ട് പക്ഷെ ചില ഡ്രസ്സസിന് ആൻറ്റിക് ഗോൾഡ് തന്നെ നമുക്ക് ഇട്ടാലേ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെയിം കളറിലും വിത്ത് സിൽവർ കളേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി പീസാണ്. ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മൊത്തം ബോഡി ഓൾ ഓവർ ഒരു ചെറിയ ഷൈനിങ് കൂടെ ഉണ്ട്. പിന്നെ ബോഡിയിലൊക്കെ ഇതുപോലെ സ്ലീവ്സിന് ഈ വർക്ക് ആയ കാരണം ഒന്നിങ്ങനെയാണ് സ്പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. മൊത്തം ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് സ്കേർട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കിൾ ടൈപ്പ് അല്ലെങ്കിൽ ക്രോസ് കട്ടിൽ വരുന്ന സിംഗിൾ ഫ്ലയേർഡ് ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതും ടിഷ്യൂ ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ഒരു ദുപ്പട്ട ഉണ്ട്. ദുപ്പട്ട ഒരു ചെറിയ പണിയും കൂടെ ദുപ്പട്ടയിൽ ബാലൻസ് ഉണ്ട് കേട്ടോ. ഈ സ്ലീവിൻ്റെ ഈ വർക്ക് ഉണ്ടല്ലോ, ഈ ഒരു ലെയർ, ഈ ഒരു വർക്ക് അത് ദുപ്പട്ടയുടെ ഫ്രണ്ട് പോർഷനിൽ കൊടുക്കാനുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത് വന്നിട്ട് അവർ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പീസ് ദുപ്പട്ട വരിക. ദുപ്പട്ട കുറച്ചുകൂടി നല്ലൊരു അവർക്ക് ദുപ്പട്ട മെയിനായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ കാരണം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് പീസ് വരുന്നത്. സൂപ്പർ പീസാണ്. എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കാരണം ഷോൾ ഞാൻ ഇത്രയും തിക്ക് വർക്കായിട്ട് ഈ ഒരു ഇതിൽ ചെയ്തിട്ടില്ല മുന്നേ. പണ്ടെപ്പോഴും ചെയ്തിട്ടൊരു പേൾ വർക്കായിട്ട് ഫുൾ പേൾ ലെയർ ആയിട്ടുള്ളത്. ഓക്കെ, നല്ല മെസ്സേജ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഓഫ് വൈറ്റ് മിക്സ് ആയിട്ടുള്ള ടൈപ്പ് ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന പീസാണ്. രണ്ട് പീസുകളുണ്ട് സെയിം ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇത് സെറ്റ് ചെയ്ത് കാണിക്കാം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഇതറിയാം. ഓക്കെ, സ്കേർട്ട് വരുന്നത് അങ്ങനെ ഗ്യാദറിങ്സ് വരുന്ന ഒരു സ്കേർട്ടാണ്. ടിഷ്യൂ ഓർഗൻസിയിൽ തന്നെ ഡൈ ചെയ്തിട്ടുള്ളതാട്ടോ ഈ ഒരു ഷെയ്ഡ്. കണ്ടാ, ഇങ്ങനെയാണ് വരിക. ഡ്രസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്കാലപ്പ് ചെയ്തിട്ടുള്ള ഒരു എൻഡിങ് ആണ് ടോപ്പിന് കൊടുത്തിട്ടുള്ളത്. വിത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ ഹാങ്ങിങ് ടൈപ്പിലുള്ളൊരു പേളും കൂടെ കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ ഏരിയ ഇതിനോട് സിമിലർ ആയിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവും കണ്ട, സ്ലീവ് ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. നോർമലി സ്ട്രെയിറ്റ് അല്ല, ആ ടോപ്പിൻ്റെ എൻഡിങ് പോലെ ഇങ്ങനെ ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ കേട്ടോ, ഇങ്ങനൊരു കട്ടിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതേപോലത്തെ രണ്ട് പീസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇതും അതുപോലെ തന്നെ സെയിം കളറിൽ വരുന്ന ഒരു ഇതൊക്കെ പേര് എഴുതി വെച്ചിരിക്കുക. സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു പീസും കൂടെ ഉണ്ട് കേട്ടോ. സെയിം ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ദുപ്പട്ട സെറ്റ് ചെയ്ത് തരാം കേട്ടോ. സെറ്റിങ് കുറച്ച് ടാസ്ക് നമുക്ക്. ഓക്കെ, പക്ഷെ സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അറിയാനും പറ്റില്ല. നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആയ കാരണം വെയർ ചെയ്യാനും പറ്റില്ല. ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ട ജസ്റ്റ് ബോഡി ഓൾ ഓവർ ഇതുപോലെ സിംഗിൾ ലെയറിൽ സീക്വൻസും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ചിട്ടാണ്. ആൻറ്റിക് ഗോൾഡാണ് വർക്ക് ചെയ്തിട്ട് കേട്ടോ. ആൻറ്റിക് ഗോൾഡ് ബീഡ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവും ഒക്കെ കൂടെ ഇങ്ങനെ കേട്ടോ. സെറ്റല്ലേ, ഭംഗിയില്ലേ? അപ്പോൾ അതുപോലത്തെ രണ്ട് പീസ്. പിന്നെ ഈ സെയിം തന്നെ കുറച്ചും കൂടെ ഏജ് കുറവുള്ള കുട്ടികൾ, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ ഏജ് ഉള്ള കുട്ടികളാണ് കേട്ടോ. കുറച്ചുകൂടെ കുറവുള്ള കുട്ടികൾക്ക് ഈ ഒരു ഷെയ്ഡാണ് സെലക്ട് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ ഡിസൈൻ സെയിം തന്നെ. ആ ഹാങ്ങിങ്സ് ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്തു കേട്ടോ. അവർക്കൊരു ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നല്ലോ വൈറ്റ് ഷെയ്ഡിൽ, അതില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാതും സെയിം തന്നെയാണ്. അതുപോലെ സ്ലീവും ചേഞ്ച് ആയിട്ടുണ്ട്. സ്ട്രെയിറ്റ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ദുപ്പട്ട സിമ്പിൾ മതി. കുഞ്ഞു കുട്ടികളാണ്. കുഞ്ഞു കുട്ടികൾ മീൻസ് മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ സൈസ് കുറവാണ്. അപ്പോൾ അവർക്ക് ജസ്റ്റ് സിമ്പിൾ ഒരു പേരിനൊരു ദുപ്പട്ട മതി എന്ന് പറഞ്ഞ കാരണം ജസ്റ്റ് സിമ്പിൾ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ദുപ്പട്ട ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആവണ്ടല്ലേ അസ്ക എടുക്കുന്നത്? ഓക്കെ, ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനൊരു ഇതിലിട്ട് ജസ്റ്റ് സ്പ്രെഡിങ് മാത്രം. ക്രേപ്പ് ജോർജറ്റാണ് ദുപ്പട്ട വരുന്നത്. സ്കേർട്ടും ടോപ്പും വരുന്നത് ടിഷ്യൂ ഓർഗൻസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും നിർത്തുന്നില്ല, കാരണം പേര് എഴുതി വെച്ചിട്ടുള്ളതാണ്. പക്ഷേ നിർത്തേണ്ട ആവശ്യമില്ല. സെയിം ഇത് തന്നെയാണ് വീണ്ടും ഒരാൾക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഐറ്റം സെയിം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഐവറി ഷെയ്ഡിൻ്റെതും അത് തന്നെ റിപ്പീറ്റാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ ഒരു സർക്കിൾ പലാസോ ക്രോസ് കട്ടുള്ള സ്കേർട്ടും കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇത്രയാണുള്ളത്. ഇതിൽ ഏതെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. പിന്നെ റേഞ്ച് ഞാൻ പറയാത്തത് വേറെ ഒന്നുമല്ല. എന്നാലും ഇതൊക്കെ ഒരു കുട്ടികളുടെ ഡ്രസ്സ് വരുന്നത് ഇത് ഇത്രയും പീസസ് ഉണ്ടല്ലോ, നമുക്ക് ഒരു ഇതിൻ്റെ തന്നെ രണ്ട് പീസായിട്ടാണ് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദുപ്പട്ട എനിക്ക് ഒരൊറ്റ ദുപ്പട്ടയായിരുന്നു, ഞാനത് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് രണ്ട് ദുപ്പട്ടയാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ എമൗണ്ട് ഡിഫറൻസ് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ സിംഗിളായിട്ട് തരുമ്പോൾ ഒന്നുകൂടെ കോസ്റ്റ് കൂടും. ഇതിന് 7,000 സംതിങ് ആണ് വന്നിട്ടുള്ളത് കോസ്റ്റ്. സോറി, ഇതിന് 9,000 ആണ്. ദുപ്പട്ട സ്പ്രെഡ് ചെയ്തതിന് 7,000 റേഞ്ചാണ് വരുന്നത്. ഇങ്ങനെ 2 പീസായ കാരണം ആ കോസ്റ്റിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടും. ഇനി കുറച്ചിട്ടും ചെയ്യാം, അല്ലാണ്ട് 7,000 റേഞ്ചിലേ ചെയ്യുമെന്നല്ല, അതിൽ കുറച്ചിട്ടും ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിനനുസരിച്ചിട്ട് ഡിസൈനിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത്രയും ഉള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, ഡിസൈൻസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡിസൈനായിട്ട് വരാം. അതിലേക്കും ബൈ.